സൗദി അറേബ്യയിൽ പഠനം പൂർത്തിയാക്കി വരുന്ന സ്വദേശി യുവാക്കൾക്ക് യോജിച്ച തൊഴിൽ നൽകാൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് തൊഴിൽ വിപണിക്ക് യോജിച്ച രീതിയിൽ പാഠ്യപദ്ധതി ക്രമീകരിക്കാൻ തീരുമാനിച്ചത്. സാങ്കേതിക മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ വാർത്തെടുക്കാൻ 10 സാങ്കേതിക സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ചിരുന്നു. തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളുടെ പരസ്പര സഹകരണത്തോടെ ഈ മേഖലയിൽ എങ്ങനെ മുന്നോട്ടു പോകാൻ എന്നതിനെക്കുറിച്ച് ജിദ്ദ ഹിൽട്ടണിൽ ശില്പശാല സംഘടിപ്പിച്ചു. സൗദി വിദ്യാഭ്യാസ മന്ത്രി അമീർ ഖാലിദ് അൽ ഫൈസൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ സാങ്കേതിക പരിജ്ഞാനം നേടാൻ യുവാക്കൾ സന്നദ്ധമാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സൗദി തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫഖീഹ് മുഖ്യപ്രഭാഷണം നടത്തി. പുതുതായി ആരംഭിക്കുന്ന 27 സാങ്കേതിക സ്ഥാപനങ്ങൾ വഴി ഒരു വർഷത്തിനകം 53,000 വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അവസരം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് കോർപ്പറേഷൻ ഗവർണർ ഡോക്ടർ അലി ബിൻ നാസർ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിനകത്തു നിന്നും പുറത്തുമുള്ള പ്രമുഖർ പരിശീലനത്തിന് നേതൃത്വം നൽകി. സാങ്കേതിക വിദ്യാഭ്യാസത്തെയും തൊഴിൽ വിപണിയും യോജിപ്പിച്ച് പുതുതലമുറയ്ക്ക് നിരവധി അവസരങ്ങളാണ് വിവിധ മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിൽ സൗദിയിൽ തുറന്നു കൊടുക്കുന്നത്. ജിദ്ദ ഹിൽട്ടണിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1.